ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് മനു മേനോൻ. കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കളാഴ്ചയിൽ 8 മണി മുതൽ പ്രാർത്ഥനാ ലൈനിൽ ഞാൻ കാണും എന്നറിയിച്ചു. ഞാൻ 8 മണി മുതൽ 1 മണി വരെ പ്രയർ ലൈനിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ബുധനാഴ്ചയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ കോളുകൾ ലഭിക്കാനിടയായി. അത്രയും ആവശ്യക്കാർ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഫോണിലൂടെ പ്രാർത്ഥിച്ച വിടുതലുകൾ ഞങ്ങളുടെ പ്രയർ നമ്പറുകളിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത് ഈ പ്രവർത്തനം, ഈ മിനിസ്ട്രി, പ്രത്യേകിച്ച് TV മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നല്ലൊരു ഉത്തേജനമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ അവൈലബിൾ ആകുവാനുള്ള അവസരം ഒരുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയിൽ ഞാൻ കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് പ്രയർ ലൈനിൽ എനിക്ക് വരാൻ കഴിയാതിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതല്ല. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എഴുതിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് വിടുതൽ ലഭിക്കുന്നത് ഞങ്ങളെ വിളിച്ചറിയിക്കുക. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഇത്രയും പേരുണ്ട് എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ സ്ഥിരം പാസ്റ്ററുടെ മെസ്സേജുകൾ കേൾക്കുന്നവരാണ്, പ്രോഗ്രാം കാണുന്നവരാണ് എന്നറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മൾ സംസാരിച്ച വിഷയം ഞാൻ വ്യക്തമായി പറഞ്ഞു. മതത്തെക്കുറിച്ച് കൂടുതൽ എംഫസൈസ് ചെയ്യാതെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രീച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയാനിടയായി. അതിൻ്റെ കാരണം യേശു കർത്താവ് വന്നത് മതം തരുവാനല്ല. യേശു കർത്താവ് വന്നത് ജീവൻ തരുവാനാണ്. അത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാൽ ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും തന്നെ എന്നാണ്. യേശുവിൻ്റെ ജീവനാണ് നമ്മിൽ എന്നുള്ളതിൻ്റെ അവെയർനെസ്സാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ്. മനുഷ്യൻ ഒരാത്മജീവിയാണ്. ഈ ശരീരം ഈ മനുഷ്യന് വസിക്കാനുള്ള വീടാണ്. അതുകൊണ്ട് ശരീരമല്ല വലുത്, പുറത്തുള്ള ഫിസിക്കൽ സ്ട്രക്ചർ അല്ല വലുത്, അകത്തുള്ളതാണ് ഒറിജിനൽ. അകത്തുള്ള ആത്മാവിനാണ് അധികാരം ലഭിച്ചിരിക്കുന്നത്. അകത്തുള്ള ആത്മാവാണ് രോഗികൾക്ക് വേണ്ടി സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ ശാസിക്കുവാൻ അതോറിറ്റി അല്ലെങ്കിൽ പവർ, ഇതെല്ലാം ലഭിച്ചിരിക്കുന്നത് ശരീരത്തിനല്ല, അകത്തെ മനുഷ്യനാണ്. അതുകൊണ്ട് വിശുദ്ധനായ പൗലോസ് അകത്തെ മനുഷ്യൻ പല പ്രാവശ്യം പറഞ്ഞത് ഞാൻ എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കൊരിന്ത്യർ നമ്മൾ വായിച്ചു, അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോൾ അകത്തെ മനുഷ്യൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ സംസാരിക്കാനിടയായി. അപ്പോൾ സകലത്തിൻ്റെ മേലും വാഴുവാൻ ലഭിച്ചിരിക്കുന്ന അധികാരം മനുഷ്യന് നഷ്ടപ്പെട്ടു. തിന്നുന്ന നാളിൽ നീ മരിക്കും. അന്ന് ആദാം മരിച്ചില്ല. അവിടെ മരണം എന്നുദ്ദേശിക്കുന്നത് ആത്മീയ മരണമാണ്. അപ്പോൾ ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ഡിസ്കണക്ഷൻ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലുക, അല്ലെങ്കിൽ വെളിച്ചം ഇരുട്ടാക്കുക, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സകല ബ്ലെസ്സിങ്സിനും ബന്ധനം വീഴുക. അതാണ് ആത്മീയ മരണം. ആത്മാവിൽ ആരാധിക്കേണ്ട ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. കാരണം ദൈവം ആത്മാവാകുന്നു. നമ്മളൊരു ആത്മജീവിയാണ്. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും ചതിക്കപ്പെട്ടപ്പോൾ ദൈവത്തോടുള്ള ബന്ധം അത് വിച്ഛേദിക്കപ്പെട്ടു. യേശു കർത്താവ് വന്നത് ഒടുക്കത്തെ ആദാമായിട്ടാണ്. 1 കൊരിന്ത്യർ 15:45 നമ്മൾ കാണുന്നു, ജീസസ് ക്രൈസ്റ്റ് ഇസ് എ ലാസ്റ്റ് ആഡം, അല്ലെങ്കിൽ അവസാനത്തെ ആദാം എന്ന് നമ്മൾ കാണും.
രണ്ടാമത്തെ ആദാം എന്ന് പറഞ്ഞില്ല, കാരണം ഇനി റിസ്റ്റോറേഷൻ ആവശ്യമില്ല. ഇനി ഒരാൾ ആദാം വരാനില്ല. 3, ഇനി ഒരാദാം വരേണ്ട ആവശ്യകതയില്ല. അപ്പോൾ യേശു കർത്താവ് വന്നത് നമ്മുടെ നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു വരുവാനാണ്. അപ്പോൾ ആദ്യം റിസ്റ്റോറേഷൻ നടന്നത് ദൈവമായിട്ട് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ ബന്ധം റിസ്റ്റോർ ചെയ്യപ്പെട്ടു. 1 കൊരിന്ത്യർ 6:17 നമ്മുടെ ആത്മാവും യേശുവിൻ്റെ ആത്മാവും ഒന്നിക്കുന്നു. ഗലാത്യർ 2:20 ഇനി ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശു അത്രയാണ് ജീവിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവിനോട് കൂടെ അടക്കപ്പെട്ടു, കർത്താവിനോട് കൂടെ മരിച്ചു, കർത്താവിനോട് കൂടെ അടക്കപ്പെട്ടു, കർത്താവിനോട് കൂടെ ഉയർത്തു. കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മളെ ഉയർപ്പിച്ചു. എഫേസ്യർ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ മരിച്ചവരായിരുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു. ഇതൊക്കെയാണ് രക്ഷയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല 1 തെസ്സലോനിയർ 5:23 കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ദേഹവും അനന്യമായി കാക്കപ്പെടുമാറാകണം എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് റിസ്റ്റോറേഷൻ സംഭവിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, മതമല്ല ഞങ്ങൾ എംഫസൈസ് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ ആരാണ്, നമുക്കെന്താണ്, കർത്താവ് വന്നപ്പോൾ നമുക്കെന്താണ് മെച്ചം. അനേകർക്ക് വേണ്ടി ചൊരിയേണ്ട രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞപ്പോൾ എനിക്കെന്ത് ലഭിച്ചു? വെറും ഒരു മതം മാറുകയാണോ, അതോ ഒരു ചർച്ചിൽ നിന്ന് വേറൊരു ചർച്ചിലേക്ക് വന്നതാണോ? ഇതറിയാത്തോടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഹിന്ദുവിലായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും യാതൊരു വ്യത്യാസവും കാണത്തില്ല. അപ്പം മാറേണ്ടത് മുഴുവനും മതമല്ല, മാറേണ്ടത് മുഴുവനും വിശ്വാസമാണ്. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കേട്ടപ്പോൾ നല്ലൊരു ശതമാനത്തിന് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ കിട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ യേശുവായിട്ടൊരു നല്ല ബന്ധമോ യേശുവിനെ കൂടുതൽ അറിയാനുള്ള താല്പര്യം കുറവാണ്. അനേകർ ഫോണിലൂടെ സംസാരിച്ചു, നല്ല കാര്യം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അത് നല്ല കാര്യം. പക്ഷേ എന്നും ഒരു മനുഷ്യരിൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥനയ്ക്കായി ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത, അതായത് നിങ്ങൾ ക്രിസ്തുവിൽ ആരെന്ന് മനസ്സിലാക്കി ജീവിക്കാനുള്ള സമയമാണിത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിലാർ. ഈ 2 കൊരിന്ത്യർ 5:17 വാക്യത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി. ഇതാ അല്ലെങ്കിൽ ബിഹോൾഡ്. ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, ബിഹോൾഡ് അങ്ങനെ പറഞ്ഞാൽ ഐ ഡു, അല്ലെങ്കിൽ സീയിങ് ത്രൂ എ പ്രോഫറ്റിക് ഐസ്. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ സാധാരണ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ മനസ്സിലാക്കത്തില്ല. അത് ജഡികമായിട്ടുള്ള നമ്മുടെ സെൻസ് നോളജ് വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകൻ്റെ കണ്ണിൽ നമ്മളെ കാണണം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണിൽ നമ്മളെ കാണണം, അല്ലെങ്കിൽ ആത്മീയ കണ്ണിൽ നമ്മളെ കാണണം എന്നുള്ളതാണ്. നമ്മൾ ആരാണ് എന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം പോലും കാണത്തില്ല. കാരണം അതിന് ആധാരമായി നിങ്ങളെന്ന് ആരെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ വിഷയം പോലും വരത്തില്ല. കാരണം 1 കൊരിന്ത്യർ 3:21 ഞാൻ പറഞ്ഞു, ദ ഹോൾ വേൾഡ് ഈസ് യുവേഴ്സ്, സകലതും നിങ്ങൾക്കുള്ളതാണ്. വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഇത് നിങ്ങളുടേതാകും, വിശ്വാസമില്ലെങ്കിൽ അത് മറ്റുള്ളവർ കൊണ്ടുപോകും. ഓക്കെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 പത്രോസ് 1:23
കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഹാവിങ് ബീൻ ബിഗോട്ടൻ അഗെയിൻ, നോട്ട് ഓഫ് കറപ്റ്റബിൾ സീഡ് ബട്ട് ഓഫ് ഇൻകറപ്റ്റബിൾ, ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ലിവത്ത് ആൻഡ് അബൈഡത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ജനിച്ചിരിക്കുന്നു. യേശു കർത്താവ് എങ്ങനെയാണ് ജഡത്തിൽ ജനിച്ചത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയുവാൻ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ 14-ാം വാക്യത്തിൽ സെൻറ്റ് ജോൺ ചാപ്റ്റർ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വേർഡ് ബിക്കെയിം ഫ്ലഷ്. അപ്പോൾ യേശു കർത്താവ് ഫ്ലഷായി എന്നല്ല, വചനം ജഡമായി, വചനം യേശുവായി. ഇതേ രീതിയിൽ 1 പത്രോസ് 1:23 നമ്മൾ കണ്ടു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ വചനത്താൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ഇവിടെ വചനത്താൽ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ജനനമുണ്ട്. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം, ജഡത്തിൽ നിന്ന് ജനിച്ചത് 6-ാം വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ദാറ്റ് വിച്ച് ഈസ് ബോൺ ഓഫ് ദ ഫ്ലഷ് ഈസ് ഫ്ലഷ്. ജഡത്താൽ ജനിച്ചത് അതാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ മാതാവിനും പിതാവിനും നിങ്ങൾ ജനിച്ച കാര്യത്തെക്കുറിച്ചാണ്. ഇത് ജഡികമായിട്ടുള്ള ജനനമാണ്. അതുതന്നെ ജഡികമായിട്ടുള്ള മരണം എന്ന് പറഞ്ഞാലും ഈ ജഡത്തിൽ നിന്ന് ആത്മാവ് മാറുന്നതാണ് ആ മരണത്തെക്കുറിച്ച് പറയുന്നത്. അതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജഡപ്രകാരമുള്ള പിതാക്കന്മാരിൽ നിങ്ങൾ ജനിച്ചതിനെക്കുറിച്ചാണ്. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവിൽ നിന്ന് ജനിച്ചതെന്ന് പറയുന്നതാണ് യഥാർത്ഥമായി വീണ്ടും ജനനം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ആത്മാവിൽ ജനിച്ചു. നിങ്ങൾ ആത്മാവാണ് ഉയർത്തെഴുന്നേറ്റത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി മാതാപിതാക്കളുടെ ബന്ധനമോ മാതാപിതാക്കളുടെ അവസ്ഥയോ മാതാപിതാക്കളുടെ രോഗബന്ധനമോ രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ ഇനി നിങ്ങളിൽ ഇല്ല. അവർക്ക് വന്ന ശാപമാകട്ടെ, അവർക്ക് വന്ന ബന്ധനമാകട്ടെ, അവർക്ക് ചിലർ പറയാറില്ലേ, ഓരോ വർഷവും മരണം സംഭവിക്കുന്നു വീട്ടിൽ, ആൺതലമുറകളെല്ലാം മരിച്ചു പോകുന്നു, 40 വയസ്സ് കഴിഞ്ഞാൽ ആരും ആണുങ്ങൾ വീട്ടിൽ വാഴുന്നില്ല, ഓരോ വർഷവും ഓരോ അപകടം നടക്കുന്നു. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു. അതുകൊണ്ട് പിതാക്കന്മാരിൽ നിന്ന് വന്ന സകലതും തലമുറകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജഡത്തിലാണ്. ഇതൊന്നും ആത്മാവിലല്ല. പക്ഷെ ആത്മാവിൽ നിങ്ങൾ ജനിച്ചതുകൊണ്ട് ഹെബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ ജഡപ്രകാരമുള്ള പിതാക്കന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഇതുകൂടെ ശ്രദ്ധേയമാണ്. ആത്മാക്കളുടെ പിതാവ്, ആത്മാക്കളുടെ പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രേതാത്മാക്കളോ ദൈവാത്മാക്കളോ ഭൂതാത്മാക്കളോ ഒന്നുമല്ല, മനുഷ്യാത്മാക്കളെക്കുറിച്ചാണ്. അപ്പോൾ മനുഷ്യൻ ആത്മാവ്, അതിൻ്റെ പിതാവ് ദൈവം. അപ്പോൾ ഇപ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ബട്ട് ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം ടു ദം. എപ്പോഴാണ് റിസീവ്ഡ്? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈ കർത്താവിനെ സ്വന്തം രക്ഷകനും ദൈവമായിട്ട് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത വ്യക്തി രക്ഷിക്കപ്പെടും. അങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട സമയത്ത് നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറി. രക്ഷിക്കപ്പെട്ട സമയത്ത് നിങ്ങളുടെ പഴയത് കഴിഞ്ഞുപോയി. രക്ഷിക്കപ്പെട്ട സമയത്ത് യഥാർത്ഥമായി ദൈവമായിട്ടുള്ള കണക്ഷൻ റിസ്റ്റോർ ചെയ്യപ്പെട്ടു. രക്ഷിക്കപ്പെട്ട സമയം മുതൽ നിങ്ങളുടെ പേര് ദൈവമക്കൾ എന്നാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, ഇതുവരെ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിങ്ങളിരുന്നാലും
ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശനമില്ല. അപ്പോൾ ഇന്ന് ഒരു വാക്ക് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹൃദയം കൊണ്ട് യേശുവിനെ രക്ഷകനും ദൈവമായിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ വാഗൊണ്ട് ഏറ്റു പറയുക, കർത്താവേ, ഇത് കൺഫെഷനാണ്. നിങ്ങൾ അറിഞ്ഞ സത്യം നിങ്ങൾ വായിലൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ വേർഡ്. അത് വചനത്തിൽ പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അത് പറയുമ്പോൾ നിങ്ങളുടെ സഭയോ മതമോ രോഗമോ ഇതൊന്നുമല്ല മാറുന്നത്. ഇത് മാറുന്നത് നിങ്ങളുടെ അകത്ത് ആത്മാവിനാണ് ചലനം സംഭവിച്ചിരിക്കുന്നത്. അത് മരിച്ച സ്ഥലത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതാണ് ഫിലിപ്പിയർ എഫേസ്യർ 2 നമ്മൾ വായിക്കുന്നത്. ഇത് അറിയണം. അതാണ് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് അറിയാത്തോടത്തോളം കാലം നമ്മൾ അജ്ഞതയിൽ നടക്കും. അതുകൊണ്ട് എൻ്റെ ജനം എന്നെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവർ നശിച്ചു പോകുന്നു എന്ന് ഹോസിയ 4:6 പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മളോട് അറിയിപ്പാനിടയായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വരാം. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ഇവർ ബന്ധിക്കപ്പെടുന്നു, അറിവില്ലായ്മ കൊണ്ട് ഇവർ രോഗികളാകുന്നു, അറിവില്ലായ്മ കൊണ്ട് ഇവർ പാപം ചെയ്യുന്നു, അറിവില്ലായ്മ കൊണ്ട് സോ ആൻഡ് സോ ആൻഡ് സോ ആൻഡ് സോ. അപ്പോൾ ഗെറ്റ് ദ നോളേജ്, ഗെറ്റ് ദി ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എങ്ങനെ കിട്ടുന്നത്? അപ്പോൾ ഹിയറിംഗ് കൊണ്ടാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇൻഫർമേഷനാണ് നോളജായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അപ്പോൾ ദൈവമക്കളാകുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചത് ഈ യേശു കർത്താവിനെ അംഗീകരിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ മക്കളായി, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറി. നിങ്ങളുടെ പേര് ദൈവമക്കൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നേരത്തെ വായിച്ചത് 12-ാം വാക്യമായിരുന്നു. ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. 13-ാം വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ യേശു കർത്താവ് വചനം ജഡമായി തീർന്നതുപോലെ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളും വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇനി 2 ജനനത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. 1, ജഡപ്രകാരം നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾ ജനിച്ചു. 2, ബോൺ അഗെയിൻ ആയപ്പോൾ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറി. കാരണം നിങ്ങളുടെ ആത്മാവ് ഈ വചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറിയിരിക്കുകയാണ്. ഇനി ദൈവത്തിൻ്റെ സകല ഇൻഹെറിറ്റൻസും ദൈവത്തിന് എന്തൊക്കെയുണ്ട് അതെല്ലാം നിങ്ങളുടേതായി മാറി. അവെയർനെസ്, നോളജ് എങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടേതാകത്തുള്ളൂ. അറിവില്ലാത്തടത്തോളം കാലം നമുക്കിത് പ്രാപിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അബ്രഹാമിൻ്റെ സകല ബ്ലെസ്സിങ്സും നമ്മുടേതാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഞാനത് സംസാരിച്ചു. ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ സകല ബ്ലെസ്സിങ്സിനും അവകാശികളല്ല, അവകാശി. അത് ഏകനാണ്, അനേകരെക്കുറിച്ചെന്നല്ല, ഏകനെക്കുറിച്ചെന്ന് പറഞ്ഞു. അത് യേശു കർത്താവ് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിൻ്റെ സകല വാഗ്ദത്തങ്ങൾക്കും അവകാശി യേശു കർത്താവാണ്. എന്നിട്ട് അതേ ഗലാത്യർ 3:29 പറഞ്ഞു, നിങ്ങൾ യേശുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ വാഗ്ദത്തപ്രകാരം അവകാശികളാകുന്നു. യേശു കർത്താവിനെ വിശ്വസിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളും യേശു കർത്താവിനുള്ള സകല വാഗ്ദത്തങ്ങളും നിങ്ങളുടേതായി മാറി. ഇനി നിങ്ങൾ ദരിദ്രരല്ല. കാരണം അബ്രഹാം ദരിദ്രനല്ലായിരുന്നു. ഇനി ഒന്നിനും കുറവുള്ളവരല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദാവീദ് പാടിയതുപോലെ നിങ്ങൾ പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എത്രമാത്രം നിങ്ങൾക്കുണ്ട് അത്രമാത്രം നിങ്ങളുടെ ലൈഫും ലൈഫ് സ്റ്റൈലും മാറും.
നിങ്ങൾക്ക് ഇതുവരെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റേറ്റിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾ പിറുപിറുക്കാതെ, മർമറിയാതെ, അവിശ്വസിക്കാതെ ക്രിസ്തുവിൽ ജയാളിയായി വിക്ടോറിയസ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതുപോലെ 2 പത്രോസ് 1:1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിനെക്കുറിച്ചുള്ള അറിവ്, അതിന് ഞാൻ അതിൻ്റെ ഗ്രീക്ക് പദം കൊടുത്തിരുന്നു. ജിനാസ്കോ, നോസിസ്, എപ്പിഗ്നോസിസ്, ഇങ്ങനെ 3 വേർഡ് നമ്മൾ പഠിക്കുവാനിടയായി. ഇവിടെ യേശു കർത്താവിനെക്കുറിച്ചുള്ള അറിവ്, എപ്പിഗ്നോസിസ്, നമ്മിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് കൃപയും സമാധാനവും നമ്മൾ വർദ്ധിക്കും. അപ്പം നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ കൃപയും സമാധാനം വർദ്ധിക്കുമെന്ന് എഴുതിയില്ല. കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ മായമില്ലാത്ത പാലിനായി നിങ്ങൾ വാഞ്ചിക്കും, അല്ലേ? അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ വചനം, കാരണം നിങ്ങൾ വചനത്താലാണ് ജനിച്ചത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് വചനമാണ്. അതിനായി ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടാകണം. ഒരു ജനിച്ച കുഞ്ഞ് പാലിനായി കരയും, ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അതൊരു നാച്ചുറൽ ഫിനോമിനൻ അല്ലെങ്കിൽ പ്രതിഭാസമാണ്. അപ്പോൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇതിനു വേണ്ടി ഒരു ദാഹമുണ്ടാകും. വചനത്തിന് വേണ്ടി, നന്മ ചെയ്യുവാൻ, വിശുദ്ധ ജീവിതത്തിന് എല്ലാം വ്യഗ്രതയായിരിക്കും അകത്തെ മനുഷ്യന്. അവിടെയാണ് നിങ്ങളുടെ ജഡവും നിങ്ങളുടെ ആത്മാവും കടന്നിട്ട് വടംവലി നടക്കുന്നത്. ജഡത്തിനെപ്പോഴും പാപസ്വഭാവമുണ്ട്, ആത്മാവിനെപ്പോഴും ദൈവിക സ്വഭാവമുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങളിൽ വർദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ ജഡം ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കണം. അതൊക്കെ പിന്നീട് പഠിക്കാം, ഇച്ചിരി കട്ടിയാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ കൃപയും സമാധാനവും നിങ്ങൾ വർദ്ധിക്കും എന്ന് മാത്രമല്ല, 3-ാമത്തെ വാക്യം വായിച്ചപ്പോൾ 2 പത്രോസ് 1:3 നിങ്ങൾക്ക് സമൃദ്ധിയായി ജീവിക്കുവാൻ ആവശ്യമായതൊക്കെയും ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നൽകും എന്നല്ല, നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾ പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് സത്യമാണ്, അത് ആവശ്യമാണ്. പക്ഷെ അത് നിങ്ങൾക്കല്ല. ഇത് നിങ്ങളുടെ ആവശ്യമോ? നിങ്ങളുടെ ആവശ്യം തിരുവചനം പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം വായിച്ചതുപോലെ രാവും പകലും നീ പ്രാർത്ഥിക്കുക, എന്നാൽ ഞാൻ ചെയ്തു തരുമെന്നല്ല, രാവും പകലും നീ ധ്യാനിക്കുക, അല്ലേ? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്ന പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രമാണിച്ച് നടക്കണം. അങ്ങനെ നടന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഫോർ ദെൻ thou shalt make thy way prosperous. പ്രാർത്ഥിച്ചാൽ പ്രോസ്പറസ് ആകുമെന്നല്ല. ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് എഴുതിയതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കും, ഡേ ആൻഡ് നൈറ്റ്. എന്നാൽ and then thou shalt have good success, victorious life. ഇത് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അത് രാവും പകലും ധ്യാനിക്കുമ്പോൾ ഈ വായിച്ചത് മുഴുവനും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ എൻഗ്രേവ് ആവും, ഇംപ്ലാന്റ് ആകും. അങ്ങനെ നിങ്ങളുടെ വഴികൾ പ്രാർത്ഥിക്കുമ്പോഴല്ല, ദൈവത്തിൻ്റെ വചനം രാവും പകലും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വഴികൾ മുഴുവൻ സക്സസ് ആകുന്നു. അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു ആത്മജീവിയാണ്. നിങ്ങൾ ഒരു ശരീരത്തിൽ വസിക്കുന്നു. ഈ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത്
ആത്മാവ്, ദേഹി, ദേഹം എന്നുള്ളതാണ്. ദേഹം എന്നുള്ളത് നിങ്ങൾ ഈ കാണുന്ന ശരീരവും പഞ്ചേന്ദ്രിയങ്ങൾ കൂടെ കൂടിയതാണ്. ഏത്? കാഴ്ച, കേൾവി, മണം, സ്വാദ്, സ്പർശനം അല്ലെങ്കിൽ ഫീലിംഗ്. അതിൻ്റെ അകത്തുള്ളത് ദേഹി മണ്ഡലമാണ്. അതിലാണ് മൈൻഡ്, ഇൻ്റലക്ച്വൽ, ഇമോഷൻസ്, റീസണിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് വരുന്നത്. നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുന്നു, ഒരാളെ വെറുക്കുന്നു, അത് നിങ്ങളുടെ ശരീരത്തിൽ ബന്ധപ്പെട്ട കാര്യമല്ല. അത് നിങ്ങളുടെ അകത്തെ ദേഹിമണ്ഡലത്തിൻ്റെ പാർട്ടാണ് അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആത്മാവാണെന്നുള്ളതാണ്. ഞാൻ ആദ്യം ശരീരത്തെക്കുറിച്ച് പറഞ്ഞു, 2 ദേഹി മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞു, 3 ആത്മാവ്. ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഒരു ചോദ്യം ചോദിച്ചു, ദൈവം സംസാരിക്കുന്നതും പിശാച് സംസാരിക്കുന്നതും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്ന്, ദൈവം സംസാരിക്കുന്നത് ആത്മാവിനോടും പിശാച് സംസാരിക്കുന്നത് ജഡത്തോടുമായിരിക്കും. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം കാണും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് മരിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ? കാരണം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതല്ലേ? തീർച്ചയായിട്ടും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ലാസർ മരിച്ചവനായിരുന്നു, യേശു വിളിച്ചപ്പോൾ കേട്ടു. അങ്ങനെ നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഈ ശബ്ദം നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. അത് കേട്ടിട്ടാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ശരീരത്തോടല്ല ദൈവം സംസാരിക്കുന്നത്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളോടല്ല ദൈവം സംസാരിക്കുന്നത്, നിങ്ങളുടെ ആത്മമണ്ഡലത്തോടാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ആത്മാവാകുന്ന ദൈവത്തെ, ആത്മാവുന്ന നിങ്ങൾ, ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ആരാധിക്കണം. സകലത്തിൻ്റെ മേലും വാഴുവാനുള്ള അധികാരം നിങ്ങളുടെ ആത്മാവിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് എപ്പിഗ്നോസിസ്. കാരണം ഇതെല്ലാം ദൈവം തന്നിരിക്കുന്നതിനെല്ലാം മനസ്സിലാക്കുവാനുള്ള പൂർണ്ണ അറിവ് നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടേതായി മാറും. എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിന് ആവശ്യമായത് ഞാൻ തന്നിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾ കേൾക്കണം. ദൈവത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ കടൽ പോകാ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അപ്പോൾ ഇനി നിങ്ങൾ വെറുതെ ഇരുന്ന് കരയുകയല്ല, നിങ്ങൾ കരയുന്നവരല്ല, നിങ്ങൾ കൽപ്പിക്കുന്നവരായിരിക്കും. നിങ്ങൾ കൽപ്പിക്കണമെങ്കിൽ ഹൃദയത്തിൽ സംശയിക്കാതിരിക്കണം. ഹൃദയത്തിലെ സംശയം പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. അതിന് ഒരു എപ്പിസോഡ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അബ്രഹാമിൻ്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാനൊരു എപ്പിസോഡ് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ കണ്ടിന്യൂഷനിൽ ഞാനത് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.